എല്ലാവർക്കും സ്വാഗതം. വീണ്ടും സ്വാഗതം. ഞങ്ങള് അപ്പം ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേ ആണ്. ഇന്നലെ ഇവന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം എല്ലാം പ്രമാണിച്ച് ഞങ്ങള് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളപ്പോ ഒരു പ്ലാൻ ചെയ്തു. കാരണം ഞാൻ മമ്മിക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല. അപ്പൊ പ്രത്യേകിച്ച് ഗിഫ്റ്റ് വേണ്ടാന്ന് മമ്മി പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. ഇവനെന്തോ ഗിഫ്റ്റ് കൊടുത്തു. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ചുമ്മാ ഇരിക്കല്ലേ, ഒന്ന് വെറുതെ പുറത്തു പോയേക്കാന്ന് വിചാരിച്ചു. പക്ഷെ മഴ വരാൻ പോകുന്നുണ്ട്. ഞങ്ങളെ അരീക്കൽ വാട്ടർഫോൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് വാട്ടർഫോൾസ് ഒന്ന് കാണണമെന്ന്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് പോയിട്ട് അവിടെ ഇനി വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമോന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നല്ല മഴ വരാൻ പോകുന്നുണ്ട്, മഴ മൂടലുണ്ട്. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ടും എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു ഉറപ്പൊന്നുമില്ല, ഒരു കാര്യത്തിലും ഉറപ്പില്ല. ഇനി അങ്ങോട്ട് കാണിക്കുന്ന കാര്യങ്ങളെല്ലാം കാണിക്കാൻ പോവാണ്. മമ്മി ഹാപ്പി ബർത്ത്ഡേ. എടാ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അവൻ. ഓക്കെ, 2 ബർത്ത്ഡേ ആൾക്കാരെ കൊണ്ടാണ് യാത്ര. ഓക്കെ, അപ്പം ഞങ്ങള് ഇതിനു മുന്നത്തെ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി കഴിച്ച കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരും. അപ്പൊ ഞാൻ ചുമ്മാ ഒരു ഇന്റർവ്യൂ എടുത്താണ്. അപ്പം ശരി, പോകുന്ന വഴി കാണിച്ചു തരാട്ടാ. ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്ന് ബിരിയാണി ഉണ്ടാക്കി. ബിരിയാണിയാണ് ഇന്ന്. ശരി, കേക്കൊക്കെ കട്ട് ചെയ്ത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി നമ്മൾ എന്നിട്ട് എങ്ങോട്ടാ പോണേ? കറങ്ങാൻ പോവാ. ഫുഡ് കഴിച്ചിട്ട് വേണം പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിട്ട്. അപ്പൊ അതുകൊണ്ട് വേണ്ടിട്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് പോവാട്ടോ. എടാ ബിരിയാണി എങ്ങനെയുണ്ടാ? ഞാൻ ഉണ്ടാക്കിയതാ, കൊള്ളാമോ മമ്മി? അറിയാൻ പറ. മമ്മിയുടെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഉണ്ടാക്കി തന്ന ബിരിയാണി എങ്ങനെ ഇരിക്കുന്നു? ഇതെപ്പോഴും ഞാൻ തിന്നുന്നതല്ലേ. ശരി, ഇപ്പൊ അങ്ങനെയാണ്. ഇത് ഡെയിലി ഞാൻ തിന്നുന്നതാ അവളുണ്ടാക്കുന്ന ബിരിയാണി. ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ? ടേസ്റ്റേ ഉള്ളൂ. ശരി, നല്ല ടേസ്റ്റാ. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ ആ ടേസ്റ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നതുകൊണ്ട് ഞങ്ങൾ കഴിച്ചു. അപ്പം ഇനി ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ബാക്കിയുള്ള വീഡിയോയിലേക്ക് പോവാട്ടോ. നല്ല രസമുള്ള സ്ഥലം നോക്കിക്കേ. ഇതിപ്പോ ഞങ്ങൾ പോകുന്ന വഴി കേട്ടോ. നല്ല രസമാണ് വഴി. പക്ഷെ ഞങ്ങളൊന്ന് കറങ്ങിയാട്ടോ പോകുന്നത്. വേറൊരു സ്ഥലത്തൂടെയാണ് പോകുന്നത്, കോലഞ്ചേരിയിലേക്ക്. കാരണം ചെറിയ വേറൊരു പരിപാടി ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കോലഞ്ചേരിയിലേക്ക് കറങ്ങി പോവാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തേക്കാണ്. ഞങ്ങൾ കോലഞ്ചേരി വന്നിട്ട് മമ്മിയോട് പറയാതെ വണ്ടിക്കകത്ത് മമ്മീനെ വെച്ചിട്ട് ഒരു ഫോണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഓപ്പോടെയാണ് നോക്കിയിട്ടുള്ളത്. ഇതാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഓപ്പോ പുതിയ ലോഞ്ചാന്നാ പറഞ്ഞത്. അല്ലേടാ, പുതിയതല്ലേ? പുതിയതായിട്ട് വന്നല്ലേ, ഇപ്പം റീസെൻ്റ്ലി വന്നിട്ടുള്ള ഫോണാണ്. ഇതാണ് അപ്പം നമ്മൾ നോക്കി വെച്ചേക്കണേ. മമ്മിയോട് വെറുതെ പറഞ്ഞു, മമ്മിയുടെ ഫോണിന് എന്തോ കംപ്ലൈൻറ്റ്, ഇത് ഓഫായിട്ടിരിക്കുകയാണ്. അപ്പം ഈ ഫോണ് നമ്മളിപ്പോൾ എടുത്തോണ്ടിരിക്കുക. ഫോൺ നന്നാക്കാൻ കൊടുത്തിട്ട് പോസ്റ്റ് അടിച്ചിരിക്കുന്ന മമ്മി. നന്നായി എത്ര ഫോൺ വാങ്ങിച്ചു തന്നാലും കളഞ്ഞോണം കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞാൻ അതിന്റെ ബാറ്ററി മാറ്റി നന്നാക്കി തന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ ഫോൺ അത് അവിടെ സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വണ്ടിക്കകത്ത് കുറേ നേരം ഇരുന്നു എന്നും പറഞ്ഞിട്ട് എന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ വാ മമ്മിയുടെ ഫിംഗർ ഒന്ന് വെക്കണം. ഫിംഗർ വെച്ചിട്ട് ഫോണ് ഓപ്പൺ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് കള്ളത്തരം പറഞ്ഞ് ഞാൻ അകത്തോട്ട് കൂട്ടിക്കൊണ്ട് പോയി. അപ്പോൾ അതേ മമ്മീൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുക. അപ്പം മമ്മി ചോദിച്ചത് എന്തിനാ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്? മമ്മിക്ക് സംശയം, ആകെ ഭയങ്കര സംശയം, എന്താ കാണിക്കണേന്നൊക്കെ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ആ അല്ല പിന്നെ ആർക്കാ? അമ്മയുടെ ഫോൺ ഇത് അവന്റെ പോക്കറ്റിൽ ഇരിക്കണോ? അതും വെച്ചോ? കൊടുത്തില്ലല്ലോ, അതും അമ്മയുടെ കയ്യിലുണ്ടല്ലോ. വാ പോവാ, ഇനി പോയേക്ക് വാ. ബേസിലേട്ടോട് പറ താങ്ക് യു. മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഞാൻ അപ്പം അറിയാതെ ഫോൺ എങ്ങനെ ഇതായിക്കൊണ്ട് ഓഫായി പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ മനസ്സിലായില്ലേ?
ഓക്കെ അപ്പൊ പോവാ. ഫോൺ തിരിച്ചു പിടിക്കുമ്പോ തലയും കുത്തിയാണോ ഫോൺ പിടിച്ചോണ്ടിരിക്കുന്നത്? അത് തെളിഞ്ഞിട്ടില്ല. ഓണാക്ക്, സ്വിച്ച് ഓൺ ആക്ക്. ഇഷ്ടായോ ഫോണ്? നല്ല കളറൊക്കെ. ഈ ഫോൺ ഇപ്പൊ വേണ്ട. എന്റെ പൊന്നു മോനെ, എന്റെ ഷഡ്ഡി കീറിയിരിക്കുക അതിന്റെ ഇടയ്ക്ക് ഫോൺ. എങ്ങനെ ഇത് ഓണാക്കുന്നതെന്ന് പോലും അറിയത്തില്ല. ഇനി ഇതിന്റെ എല്ലാം ABCD പഠിക്കണം. ഞങ്ങളീ പോന്നപ്പോ ഈ പാലം, ഇത് പഴയൊരു പാലമാണ്, കടത്താണ്, രാമമംഗലം. ഇവിടെ എത്ര പേര് മരിച്ചെന്ന്? ഇവിടെ കുറച്ചുപേര് മരിച്ചിട്ടുണ്ട് അത്ര. ഇവിടെ ഈ പാലം ഇപ്പൊ പുതിയതായിട്ട് പണിത പാലമാണ്. അപ്പൊ ഇവിടെ കുറച്ച് പേര്. ഇതില് നമ്മള് പോയിട്ടില്ലേടാ? കോലഞ്ചേരിക്കല്ലേ? അല്ലെ എവിടെയോ പോയതാണല്ലോ വണ്ടി നോക്കാൻ അല്ലേ? അന്നേരം ഈ പാലം ഇല്ലായിരുന്നു. അന്നേരം മരിച്ചപ്പോ കടത്തായിരുന്നു. അന്നേരം ഇങ്ങനെ എന്താ വെള്ളം ഇറങ്ങണ വേണ്ട വേണ്ട. ബോട്ട് മുങ്ങിപ്പോയോ? കടത്ത് മുങ്ങിയിട്ട് ഇവിടെ കുറച്ചുപേര് മരിച്ചു പറഞ്ഞു കേട്ടതാണ്. അങ്ങനെ ഞങ്ങള് കോലഞ്ചേരിന്ന് ഫോണൊക്കെ വാങ്ങിച്ചു. ആ സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു മീ? ഒളിച്ചു. ഒരു ഫോൺ എടുത്ത് കാണിച്ചപ്പോ ഞാൻ ചോദിച്ചു ഇതെന്തിനാ എന്നെ കാണിക്കുന്നത് ഞാൻ ചോദിച്ചു. മമ്മി എടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ മമ്മി ചോദിക്കുക എന്തിനാ ഫോട്ടോ എടുക്കണേ? ഫോൺ നന്നാക്കാൻ കൊടുത്തതിന് എന്തിനാ ഫോട്ടോ എടുക്കണേന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും പറഞ്ഞു പിന്നെ ഫിംഗർ അല്ല, ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു മമ്മിയുടെ ഫിംഗർ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അത് ഫിംഗർ ഒന്ന് ഇതെന്താ കാണിച്ചു വെച്ചേക്കണേ? നീ അല്ലേ കാണിച്ചു വെച്ചാൽ ഞാനൊന്നല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന്. പിന്നെ അവിടെ നിന്നിട്ട് ഓരോ ഫോണൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പറയാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വാങ്ങിച്ചു തരാനാണോ എന്നൊക്കെ ഞാൻ പറഞ്ഞ അല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ ഫോണൊക്കെ അവിടെ നിന്ന് സെറ്റ് ചെയ്ത് സർപ്രൈസ് കൊടുത്ത് ഫോണൊക്കെ വാങ്ങിച്ചു. ഫോൺ വാങ്ങിച്ചിട്ട് ഇതിപ്പം ഞങ്ങള് അവിടുന്ന് കോലഞ്ചേരി നേരെ പിറവത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അരീക്കൽ വാട്ടർഫോൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താനായിട്ടുണ്ട്. ഏകദേശം ഞങ്ങള് പരിസരത്തിട്ട് ഒരു 8 കിലോമീറ്റർ ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അരീക്കൽ വാട്ടർഫോൾസ്. എത്തിയാ? ഇവിടെ എത്തിയാ? അപ്പൊ അവിടെ പിറവം 9 കിലോമീറ്റർ, 2 കിലോമീറ്റർ ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരീക്കൽ വാട്ടർഫോൾസിന്റെ അവിടെ എത്താനായിട്ടുണ്ട്. സോ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. ഇന്നത്തെ ദിവസം ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. സംസാരിച്ചു കുഴപ്പമില്ല. നീ സംസാരിച്ചു കുഴപ്പമില്ല. നിങ്ങള് ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഇല്ല. നല്ല വഴിയല്ലേ? നല്ല ഏരിയ അല്ലേ? ആണോ? അമ്മ നല്ല വഴിയല്ലേ മീ? നല്ല വഴിയാണ്. ഇവിടെ മുട്ടിന് പള്ളി, കുരിശുപള്ളി. ഇവിടെയൊക്കെ ക്രിസ്ത്യൻസിന്റെ ഏരിയ അല്ലേ? പിറവം, കൂത്താട്ടുകളൊക്കെ റബ്ബർ കാണുന്നത്. അച്ചായന്മാരാണല്ലോ റബ്ബർ അല്ലേ? ഇതാണ് അരീക്കൽ വാട്ടർഫാൾസിലേക്കുള്ള തിരക്കാണ്. ഈ നമ്മുടെ എറണാകുളത്തുനിന്നും എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇവിടെ? 30 കിലോമീറ്റർ. അരീക്കൽ വെള്ളച്ചാട്ടം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നല്ല തിരക്കും നല്ല ബ്ലോക്കും. സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട്. വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റുമോ എന്ന് തന്നെ നമ്പരാന് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ എടാ ഇത് ഈ റൂട്ടിന്റെ പേരെന്താ പറയാ? ഇത് എങ്ങോട്ട് പോകുന്ന വഴി എന്താ പറയേണ്ടത്? മണ്ണത്തൂര് പോകുന്ന. എവിടുന്ന് എങ്ങോട്ട്? അല്ല ഞാൻ ചോദിക്കണത് കോലഞ്ചേരിന്ന് മണ്ണത്തൂര് പോകുന്ന വഴിയോ? ചൂണ്ടി രാമമംഗലം പാമ്പാക്കുട പാമ്പാക്കുടന്ന് മണ്ണത്തൂർ റൂട്ടിലാണ് ഈ പറയുന്ന ഈ സ്ഥലം. നല്ല തിരക്കുണ്ട്. ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. ഇത് ഇവിടുന്ന് താഴോട്ടും കണ്ട് ഇറങ്ങി പോകുന്നത്. ഈ പോലീസ് ജീപ്പ് കുറെ നേരമായി മുമ്പിൽ കിട്ടുന്നുണ്ടെങ്കിൽ. കാക്കൂർ അരീക്കൽ റോഡ് നല്ല തിരക്കാണ്. സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ്. ഇവിടെ താഴെ നിന്നാണെന്ന് തോന്നുന്നു വാട്ടർഫോൾസ് വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നു. നോക്കട്ടെട്ടാ. ഇതാ ഇവിടെ നിന്നാണ് താഴോട്ട് പോണേ. ഇവിടെ നിന്നാണ് വെള്ളം താഴെ വരെ എത്തുന്നത്. അയ്യോ എടാ അതല്ല ക്യൂ നിന്ന് വെള്ളത്തിൽ ക്യൂ നിന്നിട്ട് ഭയങ്കര തിരക്ക്. ഒരു രക്ഷയില്ല. എല്ലാരും കോമഡി അറിയോ?
ഭയങ്കര തിരക്ക്. നല്ല രസമുണ്ട്, പക്ഷെ ഭയങ്കര തിരക്ക്. ഇവിടെയാണോ നമ്മൾ കുളിക്കാൻ വന്നത്? ഒടുക്കത്തെ തിരക്ക്. നോക്കിക്ക് വെള്ളം കയറുന്നത് നല്ല രസം, ഭയങ്കര വെള്ളം, പക്ഷെ ഒടുക്കത്തെ തിരക്കും. ഈ വെള്ളത്തിലാണോ കുളിക്കാൻ വന്നേക്കുന്നേ? കലങ്ങിയൊക്കെ ഇരിക്കുന്നു. നമുക്കതിന് കീഴെ കയറി ഇരിക്കാടാ. ഞായറാഴ്ച ദിവസങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിൽ അവധി ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. കുറേ പേര് കാണാനും കുറേ പേര് വെള്ളത്തിൽ ചാടാനും ഈ പുറത്ത് നിൽക്കുന്നവരുടെ ഫാമിലീസിലെ കുട്ടികളും വലിയവരൊക്കെ ആയിട്ട് ആ വെള്ളത്തിലൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്കും മമ്മിക്കും വെള്ളം കണ്ടപ്പം മിക്കപ്പുറത്ത് കിട്ടാതായപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി പതുക്കെ. ഞാൻ അവനോട് വരാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാനൊന്നും ഇല്ല, കലക്കവെള്ളം, ചെളിവെള്ളം, ആൾക്കാർ, ഭയങ്കര ക്രൗഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മുകളിൽ നിന്നിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തന്നു. അപ്പം ഞാനും മമ്മിയും കൂടി തിരക്കിൻ്റെ ഇടയിൽ, മമ്മി ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞു, ഭയങ്കര കലക്കമാണ്, ചെളിവെള്ളമാണ്, ഭയങ്കര തിരക്കാന്നൊക്കെ പറഞ്ഞു. മമ്മി വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടേന്ന് വെച്ച് മമ്മീനെ വലിച്ചുകൊണ്ട് പോയതേ. മമ്മി എൻ്റെ കൂട്ടത്തിലുണ്ട്. മമ്മിക്ക് വെള്ളം കണ്ടാൽ പിന്നെ ഭ്രാന്താണ്, അത് വേറെ കാര്യം. ഞാനും മമ്മിയും കൂടെ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞു പിള്ളേരും ആൾക്കാർ ഈ ഒരു സൈഡിലേ താഴെ ഇത്രയും വെള്ളമുള്ളൂ, നമ്മുടെ മുട്ടിന് മുകളിൽ മാത്രമേ വെള്ളമുള്ളൂ. പക്ഷേ അടിഭാഗത്ത് കല്ലോ എന്തോ ഇട്ട് പാകിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നടക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ വെള്ളം ഇട്ട് കൂടുതലുണ്ട്, നമ്മുടെ അരയുടെ മുകളിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ലേഡീസ് കുറച്ച് പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ അടുത്തോട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാം. മമ്മിക്ക് ആ സൈഡിൽ പോയത്. മമ്മിയുടെ അപ്പോഴത്തേക്ക് ഏകദേശം കുറച്ചും കൂടെ മുകളിലോട്ട് കയറാൻ തുടങ്ങി. മമ്മിക്ക് ഇച്ചിരി ഹൈറ്റ് കുറവാണല്ലോ. ബാക്കി എല്ലാവർക്കും അരപ്പൊക്കത്തിലൊക്കെ വെള്ളമുണ്ട്. ഇറങ്ങുമ്പോൾ കുറച്ച് വെള്ളമെങ്കിലും അപ്പുറത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും കുറേ വെള്ളമുണ്ട്. ആൾക്കാർ മുകളിൽ കയറി ഊർന്നിറങ്ങി വരുന്ന പാറക്കല്ലാണ്. പാറ നല്ല സ്ലിപ്പാണ്. അപ്പം പോകുന്നവർ നിങ്ങൾ പൊയ്ക്കോളൂ, പക്ഷേ അപകടമൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിച്ച് വേണം ഇവിടെയൊക്കെ പോയിട്ട് വെള്ളച്ചാട്ടത്തിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. ചെറിയ വെള്ളമാണ് മുകളിൽ നിന്ന് വരുന്നതെങ്കിലും ഭയങ്കര ഫോഴ്സാണ്. ഞാൻ കുറേ തവണ ഇങ്ങനെ കയറി നിന്ന് ട്രൈ ചെയ്തു കേട്ടോ, ഒരു രക്ഷയില്ല, എനിക്ക് പറ്റണില്ല. നമുക്ക് പിന്നെ ഈ ഗ്രിപ്പ് കിട്ടത്തില്ല, വെള്ളം ശക്തിയായിട്ട് വരുന്നതുകൊണ്ടേ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അവസാനം ഞാനിങ്ങനെ വെള്ളത്തിൽ ആർമാദിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അവന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. അവനും പതുക്കെ ഫോണൊക്കെ അവിടെ അങ്ങ് കൊടുത്തിട്ട് അവൻ ഇറങ്ങി വരാൻ നോക്കുന്നുണ്ട്. അവനാണ് മോളിൽ നിന്നിട്ട് എനിക്ക് ഈ വീഡിയോ എടുത്ത് തരുന്നത്. ഞാൻ എൻ്റെ കാല് സ്ലിപ്പായിക്കൊണ്ടിരിക്കുക. മമ്മിയാണെങ്കിൽ മാറി നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. തല നനഞ്ഞ പനി വരും എന്ന് പറഞ്ഞാൽ മമ്മി നിൽക്കുന്നു. അപ്പം ഞാൻ വെള്ളം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഭ്രാന്താവുള്ളൂ. ഞാൻ കുറേ നേരം അവിടെ നിന്ന് ഓരോന്ന് കാണിച്ചു. കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു, ചേച്ചിമാർ താഴെ നിൽക്കുന്നു, പിന്നെ മുകളിൽ കുറേ പെൺപിള്ളേരൊക്കെ കയറുന്നുണ്ട്. പിന്നെ ഞാൻ മമ്മി എന്ത് ചെയ്യാം, മമ്മീനെ അതെ മമ്മി ആർമാദിക്കുകയാണ്. നീന്താ മമ്മിക്ക് എനിക്ക് പിന്നെ വെള്ളം കണ്ട ഭ്രാന്തായതുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ കുറേ നേരം കിടന്ന് നീന്തുക, ചാട് വരുമ്പോഴത്തേക്ക് ചെയ്തു. അപ്പോഴത്തേക്ക് അവൻ വന്നിട്ടുണ്ടായിരുന്നു. അവനത് ഒറ്റയ്ക്കിരുന്ന് വെള്ളത്തിൽ കിടന്ന് ആർമാദിക്കുന്നു. എൻ്റെ ഫോണ് വാട്ടർ പ്രൂഫാണെന്നാലും വെള്ളം കയറുന്നുണ്ട്, ഇങ്ങനെ ഇതാവുന്നുണ്ട്. അവൻ വന്ന് വെള്ളത്തിൽ ആർമാദിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ കുറച്ചു നേരം ഫോണ് മുകളിലോട്ടൊക്കെ മാറ്റി വെച്ച്, ചെവിയിലൊക്കെ നന്നായിട്ട് വെള്ളം കയറുന്നുണ്ട്. മമ്മിക്ക് മതിയായി. മമ്മി പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞു. എന്നാലും ഞാൻ കുറച്ചു നേരം കൂടെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. പറ്റില്ല, വാ നമുക്ക് കുറച്ച് നേരം കൂടെ നീന്താന്ന്. ഈ കുഞ്ഞു പിള്ളേരും ആൾക്കാരും നമ്മുടെ മീത്തോട്ടൊക്കെ ചാടി കയറുന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഡിസ്റ്റർബൻസ് ആയിരുന്നു. എന്നാലും കുറച്ച് നേരം വെള്ളമല്ലേ, ഹാപ്പി ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്തു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി പറഞ്ഞു മമ്മിക്ക് മതിയായി, ഞാൻ മുകളിലോട്ട് പോട്ടെ എന്നും പറഞ്ഞിട്ട്
മമ്മി കുറച്ച് നേരം കൂടി അതിലേക്കൂടെ കളിച്ചിട്ട് മമ്മി കയറിപ്പോയി. പിന്നെ ഞാൻ കുറച്ച് വലിഞ്ഞ് കയറി. ഒരുപാട് സമയം ഫോൺ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് മമ്മിയുടെ കയ്യിൽ ആ ഫോൺ കൊടുത്തു വിട്ടു. ഞാൻ മോളിൽ നിന്ന് വെള്ളം ശക്തിയായിട്ട് വീഴുന്നത് കൊണ്ടേ വെള്ളത്തിൻ്റെ തുള്ളികൾ വന്നിട്ട് ഫോണിൽ ഇതായിട്ട് ഫോൺ മങ്ങിയിരിക്കുന്ന കണ്ടില്ലേ. തുടയ്ക്കാൻ നമ്മുടെ എല്ലാവരും ഡ്രസ്സും നനഞ്ഞതായതുകൊണ്ട് തുടയ്ക്കാൻ പറ്റിയില്ല. ഞാൻ ഇതിൽ തന്നെ അങ്ങ് എടുത്തു. കുറേ നേരം അഭ്യാസം കാണിക്കാൻ പറ്റില്ല ഫോണും വെച്ചിട്ട്. ഐഫോണാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഏത് നിമിഷമാണ് എനിക്ക് കുറച്ച് ഭാഗ്യമില്ലാത്ത സമയങ്ങളിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ വെള്ളം ഫോണിനകത്ത് കയറി പണി കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് മമ്മി മുകളിലേക്ക് പോവുകയെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ മമ്മി പോയപ്പോഴത്തേക്ക് ഞാൻ ഫോണും കൊടുത്തു വിട്ടു. ഞാൻ മമ്മിയോട് പറഞ്ഞു മോളിൽ ചെന്നിട്ട് മമ്മി ഡ്രസ്സ് മാറ്റാൻ പോവുകയെന്ന് പറഞ്ഞു. അപ്പം മോളിൽ ചെന്നിട്ട് എനിക്ക് കുറച്ച് വീഡിയോ എടുത്തേക്കണേന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. പുള്ളിക്കാരത്തെ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും മറന്നുപോയി. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വന്നപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് കയറി, രണ്ടുപേരും കൂടെ തിരിച്ച് കയറി. പക്ഷെ ഞാൻ സെൽഫി വീഡിയോ ഒക്കെ എടുത്തു. അപ്പം മമ്മിക്ക് യാത്ര പറഞ്ഞ് മമ്മീനെ വിടേണ്ടതായതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ എടുത്തിട്ടുണ്ടോ. നനഞ്ഞ കോഴിക്കുഞ്ഞിനെ പോലെ നിൽക്കുന്നുണ്ടോ, ആകെ നനഞ്ഞ് ഫുള്ള്. പിന്നെ മമ്മി കയറിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. അപ്പോഴത്തേക്ക് ഫോണൊന്നും മമ്മിയുടെ കയ്യിലായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി. ഇപ്പം ഡ്രസ്സ് മാറ്റാൻ വേണ്ടി താഴേക്ക് പോയി. മമ്മി ഡ്രസ്സൊക്കെ മാറ്റി. ഇത് മമ്മിയുടെ ബർത്ത്ഡേക്ക് അവൻ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സ്. അത് പിന്നെ കാണിക്കാം. അങ്ങനെ കുളിച്ച് ഒരുങ്ങി. ഇതാണ് ഒരുങ്ങിയില്ല, ഒരുങ്ങേണ്ടതേ ഉള്ളൂ. കുളിച്ച് തോർത്തി നിൽക്കുന്നു. തോർത്തി. അയ്യോ, കോഴി വെള്ളത്തിൽ വീണ പോലെ നിൽക്കുന്നു ഞങ്ങള്. മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ വാട്ടർഫോൾസ്? ഇഷ്ടപ്പെട്ടു. ആദ്യം ഇറങ്ങുന്നില്ല എന്ന് വെച്ചോ, ഇറങ്ങി കഴിഞ്ഞപ്പോഴേ നല്ല സുഖം. കുളിച്ചപ്പോൾ നല്ല സുഖം. പക്ഷെ മമ്മി പെട്ടെന്ന് കയറിയല്ലോ. ചെവിവേദന എടുക്കാൻ തുടങ്ങിയ ഭയങ്കര തണുപ്പാ. നല്ല തണുപ്പ് കേട്ടോ. അങ്ങ് മണ്ടേന്ന് കയറിയാൽ നമുക്കൊരു ദിവസേ മഴയില്ലാത്ത സമയത്ത്, തിരക്കും ഇല്ലാത്ത സമയത്ത് വരാം അല്ലേ? തലയൊക്കെ നനഞ്ഞ് കുളിച്ച് മാറ്റി അവിടെ മാറ്റാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ? ഇത് ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ലേഡീസിനും ജെൻസിനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. എല്ലാവരും ഡ്രസ്സ് മാറ്റി. ഒരുത്തൻ ഡ്രസ്സ് മാറ്റിയിട്ട് നിൽക്കണം. അവനും ഡ്രസ്സ് മാറ്റി. വീഡിയോ ഇനിയും കുളിക്കാൻ തോന്നുന്നുണ്ടോ? അവിടെ വന്നപ്പോ തോന്നിട്ട് അതിന്റെ കീഴെ കുറെ ആവന്മാരില്ലേ, അതല്ല ആ പിള്ളേർ പോകുന്നില്ലെന്ന് തോന്നുന്നല്ലോ. അവർ കുറെ നേരം അതിനകത്ത് വെച്ചോ. ഇതുപോലെ കുറെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ മുകളിലോട്ട് കയറാൻ വേണ്ടിട്ട്. വെള്ളത്തിൽ മുള്ളിന്ന് ഇല്ലോട്ടോ ഉണ്ട്. എന്നോട് വന്ന് സ്വകാര്യമായിട്ട് ചോദിക്കുക, നീ വെള്ളത്തിൽ മുള്ളി വന്നു? ഞാൻ വന്ന് ഇല്ലെന്ന്. ശരിക്കും പറഞ്ഞാ ഇങ്ങനെ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും മുള്ളും. അതുപോലെ ഞങ്ങളും മുള്ളി. അയ്യോ, മുള്ളണ ഇത്ര വൃത്തികേടാണോ? അല്ല, വെള്ളത്തിൽ വെള്ളം കണ്ട ആരാണ്? എല്ലാം സഹിക്കാം. ഈ സ്റ്റെപ്പ് കയറുന്ന കാര്യം മാത്രം സഹിക്കാൻ പറ്റത്തില്ല. നല്ല കുറേ ഇറങ്ങി പോണതാ. അയ്യോ, മടുത്തു. നല്ല രസമുണ്ട് മമ്മിക്ക് ഈ ഡ്രസ്സ്. ബർത്ത്ഡേ ഡ്രസ്സാ. ബർത്ത്ഡേക്ക് വാങ്ങിച്ച അവൻ വാങ്ങിച്ചു കൊടുത്താ. കൂടെ ഉണ്ട്. ഇന്നലെ കണ്ടല്ലോ. അയ്യോ, ഇന്നലെ അല്ല ഇന്ന്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ മമ്മിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്? എനിക്ക് ഒത്തിരി സാധനം ജൂണിൽ ഒത്തിരി പ്രസന്റേഷൻ. അങ്ങനെ മുകളിലെത്തി. അപ്പോൾ ഇവിടെ ഹരിക്കിൽ വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് 20 രൂപയുടെ ഒരു ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക്. ടിക്കറ്റ് എടുത്തിട്ട് വേണം വെള്ളത്തിൽ മുങ്ങിട്ട്. ഫ്രഷാ, ഞങ്ങൾ ഫ്രഷാ. അയ്യോ, ചായ കുടിച്ചാലോ? തേക്കടിയാ വരുന്ന വെള്ളമേ. ഇച്ചിരി വെള്ളമുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന ഇതാ
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പതുക്കെ വണ്ടി എടുത്തത് അവനാണെന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഓടിക്കാം, ഇവിടെ വലിയ തിരക്കൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ കുറച്ച് ദൂരം ഓടിക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ വണ്ടിയിൽ കയറി. ഞാനാണ് പിന്നെ ഒരു 10-20 കിലോമീറ്റർ, അതായത് അവിടെ നിന്നും ഏകദേശം കോലഞ്ചേരിയിൽ പള്ളിയിലേക്ക് പോവാണ്. അപ്പോൾ കോലഞ്ചേരി പള്ളി വരെ ഞാനാണ് വണ്ടി ഓടിച്ചത്. വളവും തിരിവും ഒക്കെയുള്ള റോഡാണ്, കുറച്ച് കെയർ ചെയ്ത് സൂക്ഷിച്ച് പോകണമായിരുന്നു. എന്നാലും എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ഒരു 10-15 കിലോമീറ്റർ അല്ലെങ്കിൽ 20 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ യാത്ര. ഇതുപോലെ ഒരുപാട് ലോങ് ട്രിപ്പ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ തെളിയുമെന്ന് എനിക്കിപ്പം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഗിയറൊന്നും വല്ലാണ്ട് ഞാൻ ചേഞ്ച് ചെയ്യുന്നൊന്നുമില്ല, ചെറുതായിട്ട് ചേഞ്ച് ചെയ്തതേ ഉള്ളൂ. എങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ പിന്നെ വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞു വഴിക്കിടെ റിസ്ക് എടുത്ത് ഞാൻ വണ്ടി ഓടിക്കുകയെന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ. അപ്പം അതിൻ്റെ അഹങ്കാരമൊന്നും ഞാൻ അത്യാവശ്യം അഹങ്കരിച്ചാണ് വണ്ടിയിലിരുന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ് റൈഡർ കണ്ണാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മിയും അവനും കളിയാക്കിക്കൊണ്ട്. പിന്നെ ഞാൻ ഇച്ചിരി സ്പീഡ് കൂടുമ്പോൾ അവർ പതുക്കെ പോ എന്ന് പറയുമ്പം എൻ്റെ കൺട്രോൾ പോകുന്നു. കാരണം നമ്മളൊരു വിധത്തിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവരും കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആകെ ടെൻഷൻ ആവത്തില്ലേ. അതുകൊണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം ഏകദേശം അവസാനിക്കാൻ പോവുകയാണ്. ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി കോലഞ്ചേരിയിൽ പള്ളിയിലും കൂടെ കയറണം. കടമറ്റത്ത് പോകണമെന്ന് വിചാരിച്ചു, ലേറ്റ് ആയിപ്പോയി. അപ്പോൾ കോലഞ്ചേരി പള്ളിയിലും കൂടെ പോയിട്ട് പോവാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇന്ന് ഇറങ്ങിയതല്ലേ, സൺഡേ പള്ളി പോകാൻ പറ്റിയില്ല. അപ്പം എന്തായാലും മമ്മിയുടെ പിറന്നാളാണ്. അപ്പം പിറന്നാൾ ആയതുകൊണ്ട് നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കോലഞ്ചേരി പള്ളി. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കോലഞ്ചേരി പള്ളിയിലും കൂടെ പക്ഷെ പോകുന്ന വഴി നല്ല ഭംഗിയായിട്ടോ. 2 സൈഡിൽ റബ്ബർ തോട്ടങ്ങളും നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു രസമുള്ളൊരു സ്ഥലത്തൂടെയാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അതും ഒരുപാട് സന്തോഷം. എനിക്ക് ഈ ബീച്ചിനേക്കാളും ഇഷ്ടം ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്. അപ്പം ഇനി പള്ളിയിലേക്ക് പോവാം. മമ്മി കയറാത്ത അടുത്ത പള്ളിയിലോട്ട് ഇല്ല, ഞാനും കയറിയിട്ടില്ല. മമ്മി കയറാത്ത അടുത്ത പള്ളിയിലോട്ട് പോകാന്ന് പറഞ്ഞു. നീ കയറിയിട്ടുണ്ടെന്ന്? ഇല്ല, ഞാനും കയറിയിട്ടില്ല. ഇതാണ് കോലഞ്ചേരി പള്ളി അല്ലേ? കോലഞ്ചേരി പള്ളി നല്ല പള്ളി, വലിയ പള്ളി. നോക്കിക്കേ, നല്ല പള്ളിയടാ, നല്ല പള്ളി. അകത്ത് കയറി കാണും. ഹായ്, നല്ല രസം. അങ്ങനെ ഞാനും മമ്മിയും കൂടെ പള്ളിയിലേക്ക് നടക്കുകയാണ്. പിന്നെ നല്ലൊരു പള്ളി കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടൊരു പള്ളിയാണ് ഈ കോലഞ്ചേരി പള്ളി. ഞങ്ങൾ കുറച്ച് നേരം അകത്ത് പോയി ഇരുന്ന് പ്രാർത്ഥിച്ചു. മമ്മി നേർച്ചയിട്ട് ഞങ്ങൾ പള്ളിയിൽ കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോഴത്തേക്കും സമയം 7:45-8 മണി ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇനി വേറെ പള്ളിയിലൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോകും. വീഡിയോ എടുക്കുമ്പോൾ ഓരോരുത്തരുടെ ഫേസൊക്കെ പോകാൻ നോക്കി. അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി തിരിച്ച് എറണാകുളത്തേക്ക് വണ്ടർല വഴി വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ടയേർഡ് ആയതുകൊണ്ട് ഞങ്ങൾ പാർസൽ വാങ്ങിച്ചു. വീട്ടിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുകയാണ്. ഇപ്പൊ എത്തും, ഒരു 3 കിലോമീറ്ററും കൂടെ മാക്സിമം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? അങ്ങനെ അങ്ങ് പോയി. എന്നെ കാണുന്ന പോലും ഇല്ലല്ലോ, ഇരുട്ടായി. മമ്മി എവിടെ നിന്നൊക്കെ അതെ അതേടാ. ഇന്നത്തെ ദിവസം അങ്ങനെ കുറെ എന്തൊക്കെയോ കാണിച്ച് അങ്ങനെ തീർത്തു അല്ലേ. രാവിലെ എഴുന്നേറ്റു, ബിരിയാണി ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ആരിക്കൽ വാട്ടർഫോൾസിൽ പോയി. അതിന്റെ മുന്നേ മമ്മിക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുത്തു. ഒരു ഫോൺ വാങ്ങിച്ചു, ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. ഇന്നലെ വലിയൊരു സർപ്രൈസ് കൊടുത്തു. ഇവൻ വന്ന് കേക്ക് മേടിച്ചുകൊണ്ട് പോയിട്ട് കേക്ക് കട്ട് ചെയ്തു. ഇന്ന് പിന്നെ വാട്ടർഫോൾസിൽ പോയി മമ്മി ആർമാദിച്ചു. അത് കഴിഞ്ഞിട്ട് കോലഞ്ചേരിയിൽ മമ്മി കയറാത്തൊരു പള്ളിയിൽ കയറ്റി പ്രാർത്ഥിച്ചു. അങ്ങനെ തിരിച്ചു വന്ന് ഞങ്ങൾ ഫുഡും വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ വീട് എത്താനായിട്ടുണ്ട്. ഒരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. മമ്മി ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ. ഹാപ്പി ബർത്ത്ഡേ മമ്മി. താങ്ക് യു. ഓഹോ, എടാ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. പുറ്റിക്കണോ? അപ്പം അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ. എടാ ഒരു ബൈ പറഞ്ഞടാ.
ബൈ, ഗുഡ് ബൈ.